എൻ്റെ ചങ്ങാതി പത്മകുമാറോട് പറയുകയുണ്ടായി, ഇവിടെ ഈ യൂണിയൻ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം വരുന്നത്, ഇവിടെ ഈ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം വരുന്നത് സാങ്കേതികമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ. പത്മകുമാർ ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അഭിഭാഷകരാണല്ലോ. നമ്മുടെ ഭരണഘടനയിൽ എവിടെങ്കിലും ഗോപികൃഷ്ണ ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ടോ? ഈ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയെങ്കിലും ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ടോ? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഇല്ല. പറയുന്നത് എന്താണ്? ഈ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണ്, യൂണിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ പ്രൊസീജിയർ ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എന്നുള്ളതിൽ ധനപരമായ വിഷയങ്ങളിലെ നടപടിക്രമത്തിൽ അനുച്ഛേദം 112 അനുസരിച്ച് പറയുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്, അതായത് വാർഷിക ധനവിവര പട്ടിക എന്നാണ് പറയുക. ഈ വാർഷിക ധനവിവര പത്രികയെ സംബന്ധിച്ചുള്ളതാണ് നമ്മൾ ബഡ്ജറ്റ് എന്നുള്ള നിലയിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇത് റൂൾസ് ചട്ടങ്ങളൊക്കെയാണല്ലോ പറയുക, BJPയും ഇത് തന്നെയാണല്ലോ പറയേണ്ടത്. ലോക്സഭ ഉള്ളിടത്തോളം കാലം ഈ റൂൾസിന് പ്രസക്തി ഉണ്ടല്ലോ, ഭരണഘടനയ്ക്ക് വിധേയമാണല്ലോ. ഇതിൻ്റെ ചാപ്റ്റർ 17 എന്നുള്ളത് മോഷൻ ഓഫ് നോ കോൺഫിഡൻസ് ഇൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ മിനിസ്റ്റർ ഹു ഹാസ് റിസൈൻഡ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതെല്ലാം വരുന്നു. ഇനി ഒരു കാര്യം, എന്തെങ്കിലും കാരണവശാൽ യൂണിയൻ ഗവൺമെൻറ് ആ എക്സിക്യൂട്ടീവിനെതിരായിട്ട് ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളും ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കണ്ട. അവരുടെ ഡിവിഷൻ നമ്പറും അവരുടെ സീറ്റിലും ഇരുന്നു കൊണ്ട് തന്നെ ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തെ നേരിടാം. അവിശ്വാസ പ്രമേയവും വിശ്വാസ പ്രമേയവും എന്നാൽ ആദ്യം മോഷൻ ഓഫ് കോൺഫിഡൻസ് ആണ് എടുക്കുക എന്നുള്ളത്. ഇനി ഇവിടെ നമ്മുടെ പ്രേക്ഷകരും ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ ഇതൊന്ന് മനസ്സിലാക്കുക. ചാപ്റ്റർ 18 അധ്യായം 18 ഈ റിസൊല്യൂഷൻ ഫോർ റിമൂവൽ ഓഫ് സ്പീക്കർ ഓർ ഡെപ്യൂട്ടി സ്പീക്കർ ഫ്രം ഓഫീസ് എന്നുള്ളതിനകത്ത് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? മോഷൻ എന്ന് തന്നെയാണ് പറയുക. മോഷൻ അങ്ങനെയാണ് പറയുക, പ്രമേയം എന്ന് തന്നെയാണ് പറയുക. ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ വിഷയം ബഹുമാനപ്പെട്ട സ്പീക്കർ ആ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി ഒരു സാധാരണ അംഗമായി അവിടെ ഇരുന്ന് തന്നെക്കുറിച്ച് താൻ ആ കസേരയിൽ ഇരുന്നപ്പോൾ ഈ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ, അവരുടെ അധികാരങ്ങൾ, അവർക്ക് പറയാനുള്ള ആ സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കുന്നതിൽ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ഓരോ അംഗവും അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. മറുപടിയൊക്കെ പറയാൻ കഴിയും, പക്ഷേ ഇത് മുഴുവൻ റെക്കോർഡിലാവുകയാണ്, ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഒരു സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.